إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن أصدق الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഏറെ സ്വപ്നം കാണുകയും ജീവിതത്തിൻ്റെ വലിയ ഒരു സമയവും വലിയ ഒരു സമ്പത്തും നമുക്കും നമ്മുടെ കുടുംബത്തിനും താമസിക്കുന്നതിനുള്ള വീടിന് വേണ്ടി നാം ചെലവഴിച്ചിട്ടുണ്ട്. ആ സ്വപ്ന സാഫല്യം ഇഹലോകത്ത് പൂർത്തീകരിക്കപ്പെട്ടപ്പോ അതിൽ സമാധാനം കണ്ടെത്താൻ നമ്മൾ ഓരോരുത്തരും ആഗ്രഹിക്കുന്നുണ്ട്. വീടിന്റെ വലുപ്പം കൊണ്ടോ വീട്ടിലെ സുഖസൗകര്യങ്ങൾ കൊണ്ടോ ഒരിക്കലും ആ സമാധാനം സാധ്യമല്ല. നമ്മുടെ വീടുകൾ സമാധാന അന്തരീക്ഷത്തിൽ നിലനിൽക്കാൻ നാം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, പൈശാചികത വീട്ടിനുള്ളിൽ വിളയാടാതെ ഇരിക്കാൻ നാം സൂക്ഷിക്കേണ്ട കാര്യങ്ങൾ, റഹ്മത്തിന്റെ മലായിക്കത്തുകളുടെ സാന്നിധ്യം ഉള്ള വീടായി നമ്മുടെ വീട് പരിണമിക്കാൻ നാം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ കൃത്യമായി ദീൻ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. ഇവയെല്ലാം നമ്മുടെ വീട്ടിലുണ്ടാവണമെന്ന് അതിയായി നാം ഓരോരുത്തരും ആഗ്രഹിക്കുന്നതുമാണ്. നമ്മുടെ വീടിന് നേരെ വരുന്ന ആപത്ത് വഴിമാറിപ്പോയി വീട് സമാധാനത്തിൽ കളിയാടണം. ആ രൂപത്തിൽ സമാധാന അന്തരീക്ഷം നമ്മുടെ വീട്ടിൽ നിലനിൽക്കാൻ നമ്മൾ എന്താണ് ശ്രദ്ധിക്കേണ്ടത്? ഗ്രഹനാഥന്മാർ, രക്ഷിതാക്കൾ, മാതാപിതാക്കൾ ഇവരെല്ലാവരും ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട്. വീട്ടിലെ ഓരോ മെമ്പർമാരും ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട വിഷയങ്ങളുണ്ട്. അതിലൊന്നാമത്തേത് വീടിന്റെ അന്തരീക്ഷം ഈമാനികമായ അന്തരീക്ഷമുള്ളതായി തീരുക എന്നതാണ്. നമ്മുടെ വീട് ഈമാനിനാൽ സമ്പന്നമാകണം. ആത്മീയമായ ശൂന്യത നമ്മുടെ വീട്ടിലുണ്ടായിരിക്കരുത്. ആത്മീയമായി നമ്മുടെ വീടും നമ്മുടെ പരിസരവും ധന്യമാകണമെങ്കിൽ മാതാപിതാക്കളാണെങ്കിലും ശരി, മക്കളാണെങ്കിലും ശരി, അതിന് ഓരോരുത്തരും നിർവഹിക്കേണ്ട മുറകൾ അത് കൃത്യമായി അവിടെ നിർവഹിക്കപ്പെടണം.
പിശാച് നമ്മുടെ വീട്ടിൽ നടമാടിക്കഴിഞ്ഞാൽ, വിളയാടിക്കഴിഞ്ഞാൽ വീടിന്റെ അന്തരീക്ഷം ധാർമ്മികമായും ഭൗതികമായും അധപ്പതിക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുന്നു, വീട്ടിൽ പ്രവേശിക്കുമ്പോൾ സലാം പറഞ്ഞ് പ്രവേശിക്കണം. വീട്ടിലേക്ക് പ്രവേശിക്കുമ്പോൾ ദിക്റോടുകൂടി പ്രവേശിക്കണം. അള്ളാഹുവിനെ സ്മരിച്ചുകൊണ്ട് പ്രവേശിക്കണമെന്ന് പഠിപ്പിച്ചു. സഹീഹ് മുസ്ലിമിൽ നിവേദനം ചെയ്ത ഹദീസാണ്. ദിക്ർ എന്നാൽ, വീട്ടിൽ പ്രവേശിക്കുമ്പോഴുള്ള ദിക്ർ എന്നാൽ ബിസ്മില്ല പറഞ്ഞുകൊണ്ട് പ്രവേശിക്കലാണ്. ബിസ്മില്ല പറഞ്ഞ് സലാം പറഞ്ഞ് പ്രവേശിച്ചു കഴിഞ്ഞാൽ പിശാചുക്കൾക്ക് മെസ്സേജ് കൈമാറും. എന്താണോ മെസ്സേജ്? ലാ മബീത ലക്കും വലാ അശാ ഹാഹുന. ഇവിടെ ഭക്ഷണമില്ല ഇന്ന്, ഇവിടെ ഇന്ന് രാത്രി താമസമില്ല. പിശാചുക്കൾ നിരാശപ്പെട്ട് വീട്ടിൽ നിന്ന് പിന്മാറിപ്പോകുമെന്ന് വഹീന്റെ അടിസ്ഥാനത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിക്കുകയാണ്. ഒരാൾ ബിസ്മില്ല ചൊല്ലാൻ മറന്നു, ഒരാൾ സലാം ചൊല്ലാൻ മറന്നു എങ്കിൽ അവർ പറയും അദ്റക്തുമുൽ മബീത്, അദ്റക്തുമുൽ അശാ, ഇന്നിവിടെ ഫുഡും അക്കമഡേഷനും ഉണ്ട് എന്ന് പരസ്പരം മെസ്സേജ് കൈമാറുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിക്കാം. വീട്ടിൽ ധാർമ്മികമായ അന്തരീക്ഷമുണ്ടാകാൻ, ധാർമ്മികമായി വീട് ധന്യമാകാൻ പ്രവേശിക്കുമ്പോ ബിസ്മില്ല ചൊല്ലി പ്രവേശിക്കാനും വീട്ടുകാർക്ക് സലാം പറഞ്ഞ് പ്രവേശിക്കാനും നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അവിടെ ആളില്ലെങ്കിൽ വരെ നമ്മളാണ് അവിടെ താമസിക്കാനുള്ളവർ. ആ നിലക്ക് പിശാചിനെ പിന്മാറ്റാൻ, പിശാചിനെ പിന്തിരിപ്പിക്കാൻ ആ ദിക്റോട് കൂടി പ്രവേശിക്കാൻ നമുക്ക് കഴിയണം. അബൂ മൂസൽ അശ്അരി റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളോട് പറയുന്നു, മസലുൽ ബൈത്ത് അല്ലദീ യുദ്കറുല്ലാഹു ഫീഹി വൽ ബൈത്തിൽ ലദീ ലാ യുദ്കറുല്ലാഹു ഫീഹി മസലുൽ ഹയ്യി വൽ മയ്യിത്ത്. രണ്ട് വീടിനെ കുറിച്ച് പറയാണ്. ഒന്ന് അല്ലാഹുവിനെ സ്മരിക്കുന്ന വീട്, മറ്റൊന്ന് അല്ലാഹുവിനെ സ്മരിക്കാത്ത വീട്. അവയെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഉപമിച്ചത് മസലുൽ ഹയ്യി വൽ മയ്യിത്ത്, ജീവനുള്ളതിനോടും ശവത്തിനോടുമാണ്. ദിക്റില്ലാത്ത വീടെന്നത് ശവം പോലെയാണെന്ന് പഠിപ്പിച്ചു. ദിക്റുള്ള വീട് ജീവസുറ്റ വീടാണ്, സജീവതയുള്ള വീടാണ്. അതുകൊണ്ട് തന്നെ വീട്ടിൽ അള്ളാഹുവിനുള്ള ദിക്റുകൾ, അത് തസ്ബീഹായി, അത് തഹ്മീദായി, അത് തക്ബീറായി, അത് തഹ്ലീലായി, സുബ്ഹാനല്ലാഹ് വൽഹംദുലില്ലാഹ് വലാ ഇലാഹ ഇല്ലല്ലാഹ് വല്ലാഹു അക്ബർ, ഇങ്ങനെ വീട്ടിൽ ദിക്റുകൾ സജീവമാകണം. ഏറ്റവും പ്രധാനപ്പെട്ട ദിക്ർ എന്നത് വിശുദ്ധ ഖുർആനിന്റെ പാരായണം നമ്മുടെ വീടുകളിൽ നടക്കുക എന്നതാണ്. വിശുദ്ധ ഖുർആനിന്റെ പാരായണം നമ്മുടെ ഓരോരുത്തരുടെയും വീട്ടിൽ എത്രമാത്രം നടക്കുന്നുണ്ട് എന്നത് നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളോട് പറയാ, ലാ തജഅലൂ ബുയൂതകും ഖുബൂറ, നിങ്ങളുടെ വീടുകളെ നിങ്ങൾ ഖബറുകളാക്കരുത്, ശ്മശാന തുല്യമാക്കരുത് നിങ്ങളുടെ വീടുകളെ. വ ഇന്ന ശൈത്താന ലയൻഫിറു മിനൽ ബൈത്തില്ലതി തുഖറഉ ഫീഹി സൂറത്തുൽ ബഖറ, സൂറത്തുൽ ബഖറ പാരായണം ചെയ്യപ്പെടുന്ന വീട്ടിൽ നിന്ന് പിശാച് വിരണ്ടോടും. വീടിനെ ശ്മശാന തുല്യമാക്കരുത്. വിശുദ്ധ ഖുർആനിന്റെ പാരായണം അവിടെ നടക്കണം. വീടുകളെ ആത്മീയമായി ഏറ്റവും അധികം പരിപോഷിപ്പിക്കപ്പെടുന്നത് വിശുദ്ധ ഖുർആനിന്റെ പാരായണത്തിലൂടെയാണ്. പ്രത്യേകിച്ച് സൂറത്തുൽ ബഖറയുടെ പാരായണം. അതിൽ തന്നെ സൂറത്തുൽ ബഖറയിലെ അവസാനത്തെ 2 ആയത്തുകളുടെ പാരായണം. ആമനർ റസൂലു ബിമാ ഉൻസില ഇലൈഹി മിർ റബ്ബിഹി വൽ മുഅ്മിനൂൻ എന്ന് തുടങ്ങുന്ന ആയത്ത്, ലാ യുകല്ലിഫുല്ലാഹു നഫ്സൻ ഇല്ലാ വുസ്അഹാ എന്ന് തുടങ്ങുന്ന ആ 2 ആയത്തുകൾ അങ്ങേയറ്റം മഹത്വം പറയപ്പെട്ട 2 ആയത്തുകളാണ്. റഹ്മാനായ റബ്ബിന്റെ അർശിന്റെ താഴെയുള്ള കെൻസിൽ നിന്ന് അവതരിക്കപ്പെട്ട പ്രത്യേകമായ മഹത്വമുള്ള 2 ആയത്തുകൾ. ആ നുഅ്മാൻ ഇബ്നു ബഷീർ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, ആ 2 ആയത്തുകളുടെ മഹത്വം പറയപ്പെട്ടിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്, ആ 2 ആയത്തുകൾ ഒരു വീട്ടിൽ പാരായണം ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ 3 ദിവസത്തേക്ക് ആ വീട്ടിലേക്ക് പിശാചിന് പ്രവേശനമില്ല എന്നതാണ്. നോക്കൂ നിങ്ങൾ,
അപ്പോൾ മൊത്തത്തിൽ നാം ശ്രദ്ധിക്കേണ്ടത് വീട്ടിലെ വിശുദ്ധ ഖുർആനിന്റെ പാരായണം, പ്രത്യേകിച്ച് സൂറത്തുൽ ബഖറയിൽ തന്നെ അവസാനത്തെ 2 ആയത്തുകൾ, ഇവയെല്ലാം വീടിന്റെ അന്തരീക്ഷം നമുക്ക് സമാധാന അന്തരീക്ഷം തരും. പൈശാചികതയെ അവിടെ നിന്ന് അത് പടിയിറക്കാൻ കാരണമാകും. ഖൈറിലും ബറക്കത്തിലും നമ്മെ എത്തിക്കും. പലരും പറയാറുണ്ട്, പ്രയാസങ്ങൾ പറയാറുണ്ട്, വീട്ടിലെ പ്രശ്നങ്ങൾ പറയാറുണ്ട്, കെടുതികളെ കുറിച്ച് പറയാറുണ്ട്, രോഗങ്ങളെ കുറിച്ച് പറയാറുണ്ട്, ആത്മീയമായ സംഘർഷങ്ങളെ കുറിച്ച് പറയാറുണ്ട്. അവയെല്ലാം വഴിമാറി സമാധാന അന്തരീക്ഷം നമുക്ക് ലഭിക്കാൻ ഇത് കാരണമാകും. അതുപോലെ തന്നെ അള്ളാഹുവിന്റെ മലക്കുകളുടെ സാന്നിധ്യം അത് നമ്മുടെ വീട്ടിലുണ്ടാവുക എന്നത് എത്രമാത്രം ധന്യമാണ്. നോക്കൂ നിങ്ങൾ, ഉസൈദ് ഇബ്നു ഹുലൈർ റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തിന്റെ വീട്ടിലിരുന്ന്, വീടിന്റെ മുൻഭാഗത്തിരുന്ന് അദ്ദേഹം വിശുദ്ധ ഖുർആൻ ഓതുകയാണ്. വിശുദ്ധ ഖുർആനിന്റെ പാരായണം നിർവഹിക്കപ്പെടുകയാണ്. അദ്ദേഹത്തിന്റെ മകൻ യഹ്യയെ അടുത്ത് കിടത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ കുതിരയെ വീടിനടുത്ത് കെട്ടിയിട്ടിട്ടുണ്ട്. ഉസൈദ് ഇബ്നു ഹുലൈർ രാത്രി വിശുദ്ധ ഖുർആനിന്റെ പാരായണം നിർവഹിക്കുമ്പോ കുതിര ചാടുകയാണ്. കുതിര ചാടുന്നു. എത്രമാത്രമെന്ന് വെച്ചാൽ മകൻ യഹ്യയെ, തന്റെ അടുത്ത് കിടത്തിയിട്ടുള്ള തന്റെ മകൻ യഹ്യയെ കുതിര ചവിട്ടിപ്പോകുമെന്ന് ഭയപ്പെടുമാറ് രൂപത്തിൽ കുതിര ചാടുകയാണ്. അദ്ദേഹം പാരായണം നിർത്തി മാനത്തേക്ക് നോക്കി. മാനത്തൊരു ഉല്ലത്ത് പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു, ഒരു പ്രത്യേകമായ കാർമേഘം. അതിൽ തന്നെ വിളക്കുകൾ കത്തിച്ചതുപോലെയുള്ള പ്രകാശപൂരിതമാണ് കാർമേഘം. അത്തരത്തിൽ അദ്ദേഹം കാണപ്പെട്ടു. വലിയ ആശ്ചര്യം അദ്ദേഹത്തിന് തോന്നി. പിറ്റേ ദിവസം നേരം പുലർന്നപ്പോ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വന്ന് അദ്ദേഹം കാര്യം പറഞ്ഞു, തന്റെ അനുഭവം പറഞ്ഞു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹത്തോട് പറയുകയാണ്, നിങ്ങളുടെ വിശുദ്ധ ഖുർആനിന്റെ പാരായണമുണ്ടായപ്പോ അത് കേൾക്കാൻ വന്ന മലക്കുകളുടെ സാന്നിധ്യമാണ് താങ്കൾ കണ്ടത്. കാർമേഘം കണക്കെ നിങ്ങൾ കണ്ടത് മലക്കുകളുടെ സാന്നിധ്യമാണ്, റഹ്മത്തുമായുള്ള മലക്കുകളുടെ സാന്നിധ്യമാണത്. നിങ്ങൾ നേരം പുലരുവോളം ആ ഓത്ത് തുടർന്നിരുന്നെങ്കിൽ മറ്റുള്ളവർക്കും അത് കാണാമായിരുന്നു എന്ന് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹത്തെ ഉണർത്തുകയാണ്. വീട്ടിലെ വിശുദ്ധ ഖുർആനിന്റെ പാരായണത്തിന് ഇങ്ങനെയൊക്കെയുള്ള അവസ്ഥകളുണ്ട്. മലക്കുകളുടെ ആഗമനമുണ്ടാകും. അത് വലിയ അനുഗ്രഹമാണ്, അത് വലിയ ധന്യമാണ്, അങ്ങേയറ്റം ധന്യമാണ്. നോക്കൂ നിങ്ങൾ, അൽ അഗർ റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്ന ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, മാ ഖഅദ ഖൗമുൻ യദ്കുറൂനല്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു തആലയെ ദിക്ർ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഖൗമ്, അവർ പള്ളിയിൽ തന്നെ ആവണമെന്നില്ല, വീട്ടിലായാലും വീട്ടിന് പുറത്തായാലും പള്ളിയെക്കുറിച്ച് പറയുന്ന ഹദീസ് വേറെ തന്നെയുണ്ട്. അല്ലാഹു സുബ്ഹാനഹു തആലയെ സ്മരിച്ചുകൊണ്ടുള്ള ഒരു ഖൗം, ഒരു ജനത, ഒരു ജനവിഭാഗം, അവർക്ക് ഇല്ലാ ഗശിയതുഹുമുർ റഹ്മ നസലത് ഫീഹിമുസ് സക്കീന വഹഫത്തുഹുമുൽ മലായിക വദകറഹുമുല്ലാഹു ഫീമൻ ഇൻദഹു. 4 മഹത്വമാണ് അത്തരം അള്ളാഹുവിനെ സ്മരിക്കുന്ന ആളുകൾക്ക് പറയപ്പെട്ടത്. ഒന്ന്, ഗശിയതുഹുമുർ റഹ്മ, റഹ്മത്ത് അവരെ മൂടിപ്പൊതിയും. അല്ലാഹു സുബ്ഹാനഹു തആലയുടെ റഹ്മത്ത് അവരെ മൂടിപ്പൊതിയും. നസലത് ഫീഹിമുസ് സക്കീന, അവരിൽ സമാധാനം വാഴും, സമാധാനമിറങ്ങും. വഹഫത്തുഹുമുൽ മലായിക, മലക്കുകൾ അവരെ വലയം ചെയ്യും. വദകറഹുമുല്ലാഹു ഫീമൻ ഇൻദഹു, ആ വേദിയെ അനുസ്മരിച്ച് അള്ളാഹുവിന്റെ അടുക്കലുള്ള മലക്കുകളോട് ഇവരെ സംബന്ധിച്ച് അല്ലാഹു സുബ്ഹാനഹു തആല പ്രശംസിച്ചു പറയും. വീട്ടിൽ വിശുദ്ധ ഖുർആൻ ഓതിയിരിക്കുന്നു, അല്ലെങ്കിൽ അവിടെ ദിക്ർ നടക്കുന്നു എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനെ സ്മരിച്ചുകൊണ്ടാണ് ആ വീട്ടിൽ കുടുംബം കഴിയുന്നത്. ആ സദസ്സിന് പ്രത്യേകതയുണ്ട്. അതുകൊണ്ട് തന്നെ ദീനിന്റെ ഇൽമ് പകരുന്ന ഒരു സദസ്സ് അതുണ്ടാവുക എന്നത്, അത് വീട്ടിൽ വിശുദ്ധ ഖുർആനിന്റെ പാരായണം നിർവഹിക്കപ്പെട്ട് അതിനെക്കുറിച്ചുള്ള ചർച്ചകൾ നടക്കുന്നു. ഇൽമ് കൊടുത്തും കൊണ്ടുമുള്ള ഒരു മജ്ലിസ്, അതിന് ഈ മഹത്വമുണ്ട്. വീട്ടിലെ സാഹചര്യങ്ങൾ ആ രൂപത്തിൽ പരിവർത്തിപ്പിക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. 3 കൂട്ടർക്ക്
മൂന്ന് കൂട്ടർക്ക് അല്ലാഹു സുബ്ഹാനഹു തആലയുടെ കാവലുണ്ടെന്ന് പഠിപ്പിച്ചു. അതിലൊന്ന് സലാസത്തുൻ കുല്ലുഹും ളാമിനുൻ അലല്ലാഹ് എന്ന് പറഞ്ഞിട്ട് അതിലൊന്നാമത്തേത് പഠിപ്പിച്ചത് മൻ ദഖല ബൈതഹു ബിസ്സലാമിൻ ഫഹുവ ളാമിനുൻ അലല്ലാഹ്. തന്റെ വീട്ടിലേക്ക് സലാം കൊണ്ട് പ്രവേശിച്ച ആളുകൾ അവർ അല്ലാഹു സുബ്ഹാനഹു തആലയുടെ കാവലിലാണ് എന്നാണ്. ചില ആളുകൾ നാട്ടിലുള്ള മുഴുവൻ ആളുകളോടും സലാം പറയും, വീട്ടിലുള്ളവർക്ക് മാത്രം പറയില്ല. വീട്ടിലുള്ളവർക്ക് പറയില്ല. എത്ര ഹദീസുകളിലാണ് ഈ വിഷയം പറഞ്ഞിട്ടുള്ളത് നിങ്ങൾ നോക്കൂ. അതുകൊണ്ട് അത് അവിടെ ബറക്കത്തിറങ്ങാൻ കാരണമാണ്. അള്ളാഹുവിന്റെ സംരക്ഷണം, കാവല് കിട്ടാൻ കാരണമാണ്. നവദമ്പതികൾ അവർ ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്ന ആ ആദ്യഘട്ടം സ്വന്തം ഭാര്യയുടെ തലയിൽ വെച്ച് പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥന, അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഖൈറഹ വഖൈറ മാ ജബൽതഹ അലൈഹി വഅഊദു ബിക മിൻ ശർരിഹാ വശർരി മാ ജബൽതഹ അലൈഹി. അവളിലൂടെ ലഭിക്കുന്ന എല്ലാ ഖൈറും ചോദിക്കുകയാണ്. അവളിലൂടെ ഉണ്ടാകുന്ന എല്ലാ ഷർറിൽ നിന്നും രക്ഷ തേടിക്കൊണ്ട് ഒരു വൈവാഹിക ജീവിതത്തിന്, ഒരു കുടുംബ ജീവിതത്തിന്റെ തുടക്കം കുറിക്കുകയാണ്. ആ ജീവിതം നിങ്ങളൊന്ന് നോക്കൂ. ആ വീട്ടിൽ സമാധാന സ്വസ്ഥമായി ജീവിക്കാൻ അവർക്ക് സാധിക്കുന്നു. എല്ലാ പൈശാചികതയിൽ നിന്നും അവിടെ രക്ഷ തേടിക്കൊണ്ടാണ് അവർ ആ കുടുംബജീവിതം ആരംഭിക്കുന്നത്. എത്ര സ്വസ്ഥപൂർണമായിരിക്കും ആ കുടുംബജീവിതം. അതുപോലെ തന്നെ ഭാര്യയെ പ്രാപിക്കുമ്പോഴുള്ള പ്രാർത്ഥന പഠിപ്പിച്ചു. ബിസ്മില്ലാ, ബിസ്മി ചൊല്ലിക്കൊണ്ട് അല്ലാഹുമ്മ ജന്നിബ്ന ശൈത്താൻ വജന്നിബിശ് ശൈത്താന ഫീമാ റസഖ്തനാ. നോക്ക് നിങ്ങൾ, ഇണചേരുന്ന ദമ്പതികളിൽ നിന്ന് പിശാചിനെ അകറ്റാൻ ദുആ ചെയ്യുകയാണ്. അതിലൂടെ അവർക്ക് ലഭിക്കുന്ന സന്താനത്തിൽ നിന്ന് പിശാചിനെ അകറ്റാൻ രക്ഷ തേടുകയാണ്. അങ്ങനെ ലഭിക്കുന്ന സന്താനത്തോട് ശൈത്താൻ അടുക്കുകയില്ല. ഇത്തരം ദിക്റുകൾ നമ്മുടെ ജീവിതത്തിൽ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ദിക്റുകളാണ്. അതുപോലെ തന്നെ സന്തതികളുടെ വിഷയം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ പൗത്രന്മാർ ഹസൻ, ഹുസൈൻ റളിയല്ലാഹു അൻഹുമ അവർക്ക് വേണ്ടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മന്ത്രിക്കുമായിരുന്നു. ഉഈദുകുമാ ബികലിമാത്തില്ലാഹി തമ്മ മിൻ കുല്ലി ശൈത്വാനിൻ വഹാമ വമിൻ കുല്ലി ഐനിൻ ലാമ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ പേരക്കുട്ടികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. എല്ലാ നിലക്കുമുള്ള പൈശാചികമായ ഷർറിൽ നിന്ന് രക്ഷ തേടുകയാണ്. ഇഴജന്തുക്കളുടെ ഷർറിൽ നിന്ന് രക്ഷ തേടുകയാണ്. കണ്ണേറിൽ നിന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ കണ്ണീർ തന്റെ പേരക്കുട്ടികൾക്ക് ബാധിക്കാതിരിക്കാൻ അള്ളാഹുവോട് രക്ഷ തേടുകയാണ്. ഇത്തരം ദുആകൾ നമ്മൾ നമ്മുടെ മക്കൾക്ക് വേണ്ടി, പേരക്കുട്ടികൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കേണ്ടതുണ്ട്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്, ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം തന്റെ മക്കളായ ഇസ്മായിൽ, ഇസ്ഹാഖ് അലൈഹിമസ്സലാം അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ച പ്രാർത്ഥനയാണ് ഇത് എന്ന് പഠിപ്പിക്കുന്നു. അതുപോലെ തന്നെ മുഅവ്വിദതൈൻ ആബിസ് ബിൻ ഹനീനോടും ഉഖബത്ത് ബിൻ ആമിറിനോടും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ് ഖുൽ അഊദു ബിറബ്ബിൻ നാസ് അത് ഓതി അതിനെക്കുറിച്ച് ഉണർത്തുകയാണ്. രക്ഷയ്ക്ക് വേണ്ടി തേടുന്നവർ ഇതുപോലുള്ള മുഅവ്വിദതൈനി വെച്ചിട്ട് ഓതി പ്രാർത്ഥിക്കണമെന്ന് പഠിപ്പിക്കാൻ. രക്ഷയ്ക്ക് വേണ്ടി തേടുന്നതിൽ ഏറ്റവും ശ്രേഷ്ഠമാണ് സൂറത്തുൽ ഫലഖും സൂറത്തുൻ നാസും. അതുകൊണ്ട് ഉഖബയോടും ആബിസിനോടും ഓതാൻ വേണ്ടി പറഞ്ഞു. എല്ലാവരോടും ഇത് വെച്ചിട്ട് രക്ഷ തേടാൻ വേണ്ടി പറഞ്ഞു. മുഅവ്വിദാത്ത് ഓതാൻ, ശരീരത്തിൽ ഊതാൻ, കുട്ടികൾക്ക് ഊതിക്കൊടുക്കാൻ, അത് വലിയ സുരക്ഷയാണ്. അത് കൃത്യമായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. സൂറത്തുൽ ഇഖ്ലാസ്, ചില ഹദീസുകളിൽ സൂറത്തുൽ ഇഖ്ലാസും ഉണ്ട്, രക്ഷാ കവചമായി പഠിപ്പിക്കപ്പെട്ടു. ആയിഷ റളിയല്ലാഹു അൻഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം രോഗശയ്യയിലായിരുന്ന സമയത്ത് മുഅവ്വിദാത്ത് ഓതി, സൂറത്തുൽ ഫലഖും നാസും ഇഖ്ലാസും ഓതി. എന്നിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കയ്യിൽ ആയിഷ റളിയല്ലാഹു അൻഹ ഊതി കൊടുത്തു. എന്നിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തിരുകരങ്ങൾ കൊണ്ട് അവിടുത്തെ ശരീരത്തിൽ തടവി കൊടുത്തത് പ്രവാചകൻ രോഗശയ്യയിൽ കിടക്കുന്ന സന്ദർഭത്തിൽ ആയിഷ റളിയല്ലാഹു അൻഹ ചെയ്തു കൊടുത്തത് നമുക്ക് കാണാൻ കഴിയും. ഇതൊക്കെ സുരക്ഷയ്ക്ക് വേണ്ടി, സമാധാനത്തിന് വേണ്ടി, അനുഗ്രഹത്തിന് വേണ്ടിയാണ്. അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മുടെ വീട്ടിൽ ഗ്രഹാന്തരീക്ഷത്തെ മലീമസപ്പെടുത്തുന്ന ചില നജസുകളുണ്ട്. ആ നജസുകൾ ഒരു പക്ഷേ നമുക്ക് സ്പർശിക്കാനാവില്ല. അനുഭവിച്ചറിയാവുന്ന ചില നജസുകൾ നമ്മുടെ വീടുകളിൽ വിളയാടിക്കൊണ്ടിരിക്കുന്നുണ്ട്. തൊട്ടറിയാവുന്ന നജസല്ല,
അവയെ സംബന്ധിച്ച് ജാഗ്രത നമ്മൾ പാലിക്കേണ്ടതുണ്ട്, മുൻകരുതൽ എടുക്കേണ്ടതുണ്ട്. ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നു, കുരിശുള്ള എന്തൊക്കെ വസ്തുക്കളുണ്ടോ അതെല്ലാം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വീട്ടിൽ നിന്ന് ഉടച്ചൊഴിവാക്കുമായിരുന്നു. അത് വീടുകളിൽ ഉണ്ടാകാൻ പാടില്ലാത്തതാണ്. ചിലർ മതചിഹ്നമായി കാണുകയും അതിനവർ വണങ്ങുകയും ചെയ്യുന്നു. അത് നമ്മുടെ വിശ്വാസിയുടെ റഹ്മത്തിന്റെ മലായിക്കത്തുകളുടെ സാന്നിധ്യം പ്രതീക്ഷിക്കുന്ന വീടുകളിൽ അതുണ്ടാകാൻ പാടില്ല. ചില വീടുകളിൽ അമുസ്ലിങ്ങളുടെ ആരാധനാ മൂർത്തികൾ വരെ വീട് അലങ്കരിക്കാൻ വെച്ചത് നമുക്ക് കാണാൻ കഴിയും. ഷോക്കേസിൽ അല്ലെങ്കിൽ വീടിന്റെ നിർമ്മാണത്തിൽ അന്യമതസ്ഥരുടെ ആരാധനാ മൂർത്തികൾ ചിലപ്പോ വീട് കുടിയിരിക്കുമ്പോ ഹദിയയായി നൽകുന്നത് ഇതായിരിക്കും. ചിലപ്പോ നിലവിളക്കായിരിക്കും, വിഗ്രഹങ്ങൾ ഉണ്ടായിരിക്കും, ചിലപ്പോൾ ചില ചിത്രങ്ങളായിരിക്കും. അതുപോലെ അതൊക്കെ റഹ്മത്തിന്റെ മലായിക്കത്തുകളുടെ സാന്നിധ്യം തടസ്സപ്പെടുത്തുന്നതാണ്. നായകൾ വീട്ടിലുണ്ടെങ്കിൽ മലക്കുകളുടെ സാന്നിധ്യം ഉണ്ടാവുകയില്ല. ചിത്രങ്ങൾ, രൂപങ്ങൾ അത് ആദരിക്കപ്പെടുന്ന രൂപത്തിൽ നാട്ടി നിർത്തപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് ഗൗരവമാണ് വിഷയം. എന്നാൽ കളിപ്പാട്ടങ്ങളായി കുട്ടികൾക്ക് കളിക്കാൻ കൊടുത്തതാണെങ്കിൽ അതിന് പ്രശ്നമില്ല, അതിനെക്കുറിച്ചല്ല പറയുന്നത്. ചിലർ ചിത്രങ്ങൾ ആദരപൂർവം പ്രത്യേകമായി ബഹുമാനിച്ചു വെച്ചത് നമുക്ക് കാണാൻ കഴിയും. അത് ശക്തമായ രൂപത്തിൽ താക്കീത് നൽകപ്പെട്ട വിഷയമാണ്. അങ്ങനെയുണ്ടെങ്കിൽ മലക്കുകളുടെ സാന്നിധ്യം അവിടെ ഉണ്ടാവുകയില്ല. ചിത്രങ്ങളുള്ള വിരികളെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുറിച്ചിട്ട് തലയണ ഉണ്ടാക്കാൻ ആയിഷ റളിയല്ലാഹു അൻഹയോട് പറഞ്ഞത് കാണാൻ കഴിയും. തലയണയാകുമ്പോ ചിത്രം അതിലുണ്ടെങ്കിലും തല വെച്ച് കിടക്കുന്നതാണ്, അതവിടെ ആദരിക്കപ്പെടുന്നില്ല എന്നതാണ്. അതുപോലെ ചാനലുകൾ, ദൃശ്യശ്രാവ്യ മാധ്യമങ്ങൾ വൃത്തിഹീനവും നഗ്നതാ പ്രദർശനവും സംഗീതമയവുമായി പല വീടുകളിലും വിളയാടിക്കൊണ്ടിരിക്കുന്നുണ്ട്. സിനിമയും ഡാൻസും മ്യൂസിക്കും വലിയ ദുരന്തമാണ് കുടുംബാന്തരീക്ഷത്തിൽ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് എന്നത് നമ്മൾ മനസ്സിലാക്കുക. വിശുദ്ധ ഖുർആൻ ജനമനസ്സുകളിൽ മറയിടാൻ അത്തരം കാര്യങ്ങൾക്ക് കാരണമാകുന്നു എന്നതാണ്. ആ മ്യൂസിക്, സംഗീതം അത് ഹൃദയത്തിൽ കയറിക്കഴിഞ്ഞാൽ പിന്നെ അവിടെ വിശുദ്ധ ഖുർആനിന് ആ ഹൃദയത്തിൽ സ്ഥാനമില്ല. അതുകൊണ്ട് അവയിൽ നിന്നെല്ലാം നമ്മുടെ വീടിനെ നമ്മൾ ശുദ്ധീകരിക്കണം. എന്നിട്ട് വീടുകളിൽ ബിസ്മില്ല എന്ന് ചൊല്ലി സലാം പറഞ്ഞിട്ടായിരിക്കണം നമ്മുടെ വീട്ടിലേക്ക് നമ്മൾ കയറേണ്ടത്. വിശുദ്ധ ഖുർആനിന്റെ പാരായണം അവിടെ നടക്കേണ്ടതുണ്ട്. ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹിമഹുല്ലാ പഠിപ്പിച്ചു, അദ്ദിക്റു ലിൽ ഖൽബി കൽ മാഇ ലിസ്സമക്. മത്സ്യത്തിന് എങ്ങനെയാണോ വെള്ളം, അതുപോലെയാണ് ഖൽബിന് ദിക്ർ. വെള്ളമില്ലാത്ത മത്സ്യത്തിന്റെ അവസ്ഥ എങ്ങനെയാ, അതുപോലെയാണ് ദിക്ർ ഇല്ലാത്ത ഖൽബ് എന്ന് അവിടുന്ന് പ്രത്യേകം പഠിപ്പിച്ചു. നമുക്ക് ആശ്വാസം കൊള്ളാൻ ദിക്ർ ആവശ്യമാണ്. അസ്വസ്ഥതകൾ നീങ്ങാൻ അള്ളാഹുവിനെ കുറിച്ചുള്ള ദിക്റുകൾ ആവശ്യമാണ്. ഇമാം ഹസൻ ബസ്രി റഹ്മത്തുള്ളാഹി അലൈഹി പഠിപ്പിച്ചത് അതാണ്. തഫഖുദുൽ ഹലാവ ഫി സലാസ, മൂന്ന് കാര്യങ്ങളിൽ ഹലാവത്ത് നമ്മൾ തേടണം, മാധുര്യം നമ്മൾ തേടണം. ജീവിത മാധുര്യം തേടാൻ മൂന്ന് കാര്യങ്ങളെ പഠിപ്പിക്കണം. ഒന്ന് ഖിറാഅത്തുൽ ഖുർആൻ, വിശുദ്ധ ഖുർആനിന്റെ പാരായണം. രണ്ടാമത്തേത് ദിക്ർ, മൂന്നാമത്തേത് അസ്വലാ, നമസ്കാരം. നമസ്കാരത്തിലൂടെ സമാധാനം കണ്ടെത്താൻ കഴിയുക. ബിലാൽ ബിൻ റബാഹ് റളിയല്ലാഹു അൻഹുവിനോട് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, അരിഹ്നാ ബിസ്സലാ, നമസ്കാരം കൊണ്ട് ഞങ്ങൾക്ക് നീ റാഹത്ത് കൊണ്ടോ എന്ന് പറഞ്ഞു. ജുഇലത് ഖുർറത്തു ഐനി ഫിസ്സലാ, എനിക്ക് ഏറ്റവും കൂടുതൽ കൺകുളിർമ ലഭിക്കുന്നത് എന്റെ നമസ്കാരത്തിലാണ് എന്ന് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ആ നിലക്ക് സമാധാനം കണ്ടെത്താൻ, അസ്വസ്ഥതകളെ നീക്കാൻ നമസ്കാരത്തിലൂടെ, ദിക്റിലൂടെ, വിശുദ്ധ ഖുർആനിന്റെ പാരായണത്തിലൂടെ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. മറ്റൊന്ന്, സുന്നത്ത് നമസ്കാരങ്ങളുടെ സ്ഥലം അത് നമ്മുടെ വീടായിരിക്കണം. അഫ്ളലുസ് സ്വലാ ബഅദൽ മക്തൂബ സ്വലാത്തുൽ മർഇ ഫീ ബൈതിഹി. ഫർദ് നമസ്കാരത്തിന് ശേഷം ഏറ്റവും ശ്രേഷ്ഠമായ നമസ്കാരം എന്നത് നമ്മുടെ വീട്ടിൽ വെച്ച് നമ്മൾ നിർവഹിക്കുന്ന സുന്നത്ത് നമസ്കാരങ്ങളാണ്. പ്രത്യേകിച്ച് സുബഹിക്ക് മുമ്പുള്ള 2 റക്അത്ത്, വിത്ർ നമസ്കാരം, മഗ്രിബിന് ശേഷമുള്ള 2 റക്അത്ത് സുന്നത്ത്, ഇവ വീട്ടിൽ നിന്നാക്കാൻ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രത്യേകം താല്പര്യപ്പെട്ടിരുന്നു എന്ന് നമുക്ക് കാണാൻ കഴിയും. ചില നമസ്കാരങ്ങൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ, ചില സുന്നത്ത് നമസ്കാരങ്ങൾ പള്ളിയിൽ നമസ്കരിച്ചത് കാണാൻ കഴിയും. അവ മിക്കവാറും പകലിലെ സുന്നത്ത് നമസ്കാരങ്ങളാണ്. പക്ഷേ അതും വീട്ടിൽ നിന്നാണെങ്കിൽ അത് ഉത്തമമാണ്. മൊത്തത്തിൽ സുന്നത്ത് നമസ്കാരങ്ങൾ വീട്ടിൽ നിന്നാക്കൽ അത് വീട് ധന്യമാകാൻ കാരണമാണ്. അത് മാതൃകാപരവുമാണ്.
കുടുംബത്തിലെ മറ്റുള്ളവർക്ക് അത് മാതൃകാപരവുമാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ രാത്രി നമസ്കരിക്കും. എന്നിട്ട് വിത്റിന്റെ സമയമായാൽ ആയിഷ റളിയല്ലാഹു അൻഹയുടെ അടുക്കൽ വന്ന് പറയും, യാ ആയിഷ ഔതിരി, ആയിഷ വിത്റാക്കൂ, വിത്ർ നമസ്കരിക്കൂ എന്ന് പറയും. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ദമ്പതികൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. അവർക്ക് പ്രസന്നത ഉണ്ടാവാൻ, അവർക്ക് ധന്യതയുണ്ടാവാൻ പ്രാർത്ഥിച്ചു. ആരാണ് ആ ദമ്പതികൾ? സുന്നത്ത് നമസ്കാരത്തിന്, രാത്രി നമസ്കാരത്തിന് പരസ്പരം വിളിച്ചുണർത്തുന്ന ഭാര്യാഭർത്താക്കന്മാർ. ഭാര്യ എഴുന്നേൽക്കാതിരിക്കുമ്പോ ഭർത്താവ് ഭാര്യയുടെ മുഖത്ത് വെള്ളം തെളിച്ച് ഭാര്യയെ എഴുന്നേൽപ്പിക്കുന്ന ഭർത്താവ്. ഭർത്താവ് എഴുന്നേൽക്കാതിരിക്കുമ്പോ ഭർത്താവിന്റെ മുഖത്ത് വെള്ളം തെളിച്ച് ഭർത്താവിനെ ഉണർത്തുന്ന ഭാര്യ. അവർക്ക് പ്രസന്നത ലഭിക്കാൻ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രാർത്ഥിച്ചത് കാണാം. മറ്റൊരു ഹദീസിൽ റഹിമല്ലാഹു റജുലൻ റഹിമല്ലാഹു ഇംറഅതൻ, അല്ലാഹുവിന്റെ റഹ്മത്തുണ്ടാവട്ടെ എന്ന് ആ ഭാര്യയ്ക്കും ഭർത്താവിനും വേണ്ടി പ്രാർത്ഥിച്ചത് നമുക്ക് കാണാൻ കഴിയും. ഇതെല്ലാം സമാധാനമുള്ള വീടിന്റെ ലക്ഷണങ്ങളാണ്. വീടിന്റെ സമാധാനമുള്ള വീടിന്റെ ലക്ഷണങ്ങളായിട്ട് നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ട് വീട് ആ നിലക്ക് ധന്യമാക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. നമ്മളിൽ വളർന്നു വരുന്ന നമ്മുടെ മക്കൾ, അവർക്ക് ഏറ്റവും വലിയ മാതൃക നമ്മളാണ്. നമ്മുടെ നമസ്കാരം, നമ്മുടെ ദിക്ർ, നമ്മുടെ വിശുദ്ധ ഖുർആനിന്റെ പാരായണം, നമ്മുടെ സ്വഭാവം, നമ്മുടെ പെരുമാറ്റം, നമ്മുടെ വേഷവിധാനം, ഇതെല്ലാം കണ്ട് വളരേണ്ടവരാണ് വീട്ടിൽ നമ്മുടെ മക്കൾ, നമ്മുടെ പേരമക്കൾ. അവർക്ക് മാതൃകാ യോഗ്യമായി ജീവിക്കാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കണം. റഹ്മാനായ റബ്ബ് അതിനെ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലീ വലക്കും വലിസാഇരിൽ മുസ്ലിമീന മിൻ കുല്ലി ദംബ് ഫസ്തഗ്ഫിറുഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹ് ഹംദൻ കസീറൻ ത്വയ്യിബൻ മുബാറകൻ ഫീഹി വസ്സലാത്തു വസ്സലാമു അലാ മൻ ലാ നബിയ്യ ബഅദഹു വഅലാ ആലിഹി വസ്ഹബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ഇത്തഖുല്ലാഹ ഇബാദല്ലാഹ്. ഹിജ്റ വർഷം 1446 റജബ് മാസത്തിലേക്ക് നമ്മൾ പ്രവേശിച്ചിരിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു തആല പവിത്രമാക്കിയ മാസമാണ് റജബ്. യുദ്ധം നിഷിദ്ധമാക്കിയ 4 മാസങ്ങളിൽ ഒന്നാണ്. അല്ലാഹു സുബ്ഹാനഹു തആല പവിത്രമാക്കിയ മാസത്തെ ആദരിക്കുക എന്നത് ഈമാനിന്റെ ഭാഗമാണ്. ഖതാദ റളിയല്ലാഹു അൻഹു പറഞ്ഞത് കാണാം, അൽ അമലു സ്വാലിഹു അഅ്ളമു അജ്റൻ ഫിൽ അശ്ഹുരിൽ ഹുറം. ഈ മാസത്തിൽ സൽക്കർമ്മങ്ങൾ ചെയ്യുക എന്നത് ഏറ്റവും ശ്രേഷ്ഠമാണ് എന്ന് പറഞ്ഞാൽ, അല്ലാഹു പവിത്രമാക്കിയ 4 മാസത്തിലും അല്ലാഹ് കൽപ്പിച്ച നിർബന്ധമായ കാര്യങ്ങൾ, സുന്നത്തായ കാര്യങ്ങൾ, അവയിൽ നമ്മൾ പ്രത്യേകമായ ജാഗ്രത പുലർത്തുക, തിന്മകളിൽ നിന്ന് വിട്ടുനിൽക്കുക എന്നതാണ് അതുകൊണ്ടുള്ള ഉദ്ദേശം. ഈ മഹത്വമല്ലാതെ മറ്റു മഹത്വങ്ങളൊന്നും ഈ മാസത്തിനില്ല. ധാരാളം കെട്ടിച്ചമക്കപ്പെട്ട ദുർബല ഹദീസുകൾ തെളിവാക്കി ധാരാളം അനാചാരങ്ങൾ റജബ് മാസത്തിൽ പലരും പ്രവർത്തിച്ചു വരുന്നത് കാണാം. ഉദാഹരണമായി, ആദ്യമായി റജബ് മാസം അറിയിക്കുന്നവന് നരകം നിഷിദ്ധമാണ്. ഇങ്ങനെ ഒരു ഹദീസ് പ്രാമാണികമായ ഒരു ഹദീസ് ഗ്രന്ഥങ്ങളിലും ഇല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ പച്ചക്കളവ് കെട്ടിച്ചമച്ചത് നമുക്ക് കാണാൻ കഴിയും. അതുപോലെ തന്നെ പ്രമാണങ്ങൾ കൊണ്ട് സ്ഥിരപ്പെട്ടതാണ് ഇസ്റാഉം മിഅ്റാജും. എന്നാൽ മിഅ്റാജ് നോമ്പ് എന്ന പേരിൽ ഈ മാസത്തിൽ റജബ് 27 ഒരു നോമ്പ് പ്രത്യേകമായി കെട്ടിച്ചമച്ചത് നമുക്ക് കാണാൻ കഴിയും. ഇബ്നു ഹജർ അൽ അസ്ഖലാനി റഹ്മത്തുള്ളാഹി അലൈഹി പഠിപ്പിക്കുന്നു, ലം യരിദ് ഫീ ഫളലി ഷഹ്രി റജബ് വലാ സിയാമിഹി വലാ ഫീ സിയാമി ഷൈഇൻ മുഅയ്യൻ വലാ ഫീ ഖിയാമിൻ മഖ്സൂസത്തിൻ ഫീഹി ഹദീസുൻ സ്വഹീഹുൻ യസ്ലുഹു ലിൽ ഹുജ്ജ. ഇബ്നു ഹജർ അൽ അസ്ഖലാനി റഹ്മത്തുള്ളാഹി അലൈഹി പഠിപ്പിക്കുകയാണ്, റജബ് മാസത്തിന്റെ ഫളല് പറയുന്ന ഒന്നും തന്നെ റിപ്പോർട്ട് ചെയ്തു വന്നിട്ടില്ല. അതിൽ പ്രത്യേകമായ നോമ്പ് നോൽക്കുന്നതോ പ്രത്യേക ദിവസങ്ങൾ തെരഞ്ഞെടുത്തുകൊണ്ട് നോമ്പ് അനുഷ്ഠിക്കുന്നതോ അതല്ലെങ്കിൽ അതിന്റെ രാവിലെ പ്രത്യേകമായ നമസ്കാരത്തെ കുറിച്ചോ റിപ്പോർട്ട് ചെയ്തു വന്ന ഒന്നും തന്നെ റിപ്പോർട്ട് ചെയ്തു വന്നിട്ടില്ല. സ്വഹീഹായ രൂപത്തിൽ, തെളിവിന് കൊള്ളാവുന്ന രൂപത്തിൽ വന്നിട്ടില്ല എന്ന് അദ്ദേഹം പഠിപ്പിക്കുന്നു. ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹ്മത്തുള്ളാഹി അലൈഹി പഠിപ്പിക്കുന്നു, വഅമ്മാ സൗമു റജബിൻ ബിഖുസൂസിഹി ഫഅഹാദിസുഹു കുല്ലുഹാ ലഈഫത്തുൻ ബൽ മൗളൂഅത്തുൻ. റജബ് മാസം പ്രത്യേകമായി നോമ്പെടുക്കാൻ പറയുന്ന ഒരു ഹദീസും സ്വഹീഹായി വന്നിട്ടില്ല എന്നത്.
ആ നിലക്ക് പ്രത്യേകമായ എന്തെങ്കിലും ഇബാദത്ത്, പ്രത്യേകമായ നമസ്കാരം, പ്രത്യേകമായ ചില ദിക്റുകൾ ഈ മാസത്തിൽ കെട്ടിയുണ്ടാക്കപ്പെട്ടത് സോഷ്യൽ മീഡിയകളിലൊക്കെ പറന്ന് നടക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. അതെല്ലാം സത്യമാണെന്ന് വിശ്വസിച്ചുകൊണ്ട് ചിലർ അത് അനുഷ്ഠിക്കുന്നു. എന്നാൽ പ്രത്യേകമായ ദിക്റുകൾ, പ്രത്യേകമായ നമസ്കാരം, പ്രത്യേകമായ നോമ്പ് ഒന്നും സ്വഹീഹായ ഹദീസിലൂടെ സ്ഥിരപ്പെട്ടു വന്നിട്ടില്ല. സ്വലാത്തുർ റഗായിബ്, ആഗ്രഹ സഫലീകരണ നമസ്കാരം എന്ന പേരിൽ പ്രത്യേകമായ ചില നമസ്കാരങ്ങൾ ചിലർ അനുഷ്ഠിക്കുന്നു. ചിലർ റജബ് മാസത്തിലെ ഉംറക്ക് പ്രത്യേകമായ പ്രാധാന്യം കാണുന്നു. ഉംറക്ക് പ്രത്യേകമായ പ്രാധാന്യമുള്ളത് റമദാൻ മാസത്തിൽ മാത്രമാണ്. അല്ലാത്ത എല്ലാ മാസങ്ങളിലെ ഉംറയും ഒരുപോലെയാണ്. ആ നിലക്ക് പ്രത്യേകമായ ഒരു ശ്രേഷ്ഠത റജബ് മാസത്തിലെ ഉംറക്ക് ഉള്ളതായിട്ട് സ്വഹീഹായ ഒരു പ്രമാണത്തിലും സ്ഥിരപ്പെട്ടു വന്നതായി നമുക്ക് കാണാൻ കഴിയില്ല. ഈ നിലക്ക് കെട്ടിയുണ്ടാക്കപ്പെട്ടതിന് ആ നിലക്ക് തന്നെ മനസ്സിലാക്കാനും എന്നാൽ സുന്നത്തിൽ സ്ഥിരപ്പെട്ട കാര്യങ്ങളെ അത് ഉൾക്കൊള്ളാനും ജീവിതത്തിലേക്ക് കൊണ്ടുവരാനും നാം ശ്രമിക്കുക. റഹ്മാനായ റബ്ബ് അതിന് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. വന്നുപോയിട്ടുള്ള വീഴ്ചകൾ റബ്ബ് പുറത്തു തന്ന് മാപ്പാക്കി തരുമാറാകട്ടെ. മരണപ്പെട്ടു പോയ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, സഹോദരി സഹോദരങ്ങൾ എല്ലാവർക്കും അല്ലാഹു മഗ്ഫിറത്തും മർഹമത്തും നൽകി അവരെയും നമ്മെയും അവന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ഗഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി വ യാ ഖാദിയൽ ഹാജാത്ത്. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ വ അദല്ല ശിർക വൽ മുശ്രികീൻ. اللهم أجرنا من النار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. توفنا مسلمين والحقنا بالصالحين والحمد لله رب العالمين.